നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. പ്രമേഹ രോഗികൾ കൂടി വരുന്ന സാഹചര്യമാണുള്ളത്. യുവജനങ്ങളിലും പ്രമേഹ രോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. പ്രമേഹത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചും നിയന്ത്രിച്ചില്ലെങ്കിലുള്ള അപകടത്തെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതിനായി നമുക്കൊപ്പമുള്ളത് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ പി.കെ. ജബ്ബാറാണ്. ഡോക്ടർ, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. എൻഡോക്രൈനോളജി വിഭാഗം പ്രൊഫസറും വകുപ്പ് മേധാവിയുമാണ് ഡോക്ടർ. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, പ്രമേഹത്തിന്റെ സങ്കീർണതകൾ എന്തൊക്കെയാണ്, ഇതിന്റെ അപകടങ്ങൾ എന്തൊക്കെയാണ്? പ്രമേഹ രോഗം കേരളത്തെ സംബന്ധിച്ച് വളരെയധികം രോഗികൾ കൂടി വരുന്ന ഒരവസ്ഥയിലാണ് അല്ലെങ്കിൽ ഘട്ടത്തിലാണ് നമ്മളുള്ളത്. അടുത്തിടെ ICMRൻ്റെ പഠനം നമുക്ക് ക്ലിയറായി പറഞ്ഞു തന്നിരിക്കുന്നു. ഏകദേശം 24% വ്യക്തികൾക്ക് 18 വയസ്സിന് മുകളിലുള്ള വ്യക്തികൾക്ക് പ്രമേഹമുണ്ട് എന്ന്. അപ്പോൾ അത് തന്നെ വലിയൊരു സങ്കീർണതയാണ്. നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ കേരളത്തിലാവട്ടെ, കർണാടകത്തിലാവട്ടെ, മറ്റ് ഏത് സംസ്ഥാനത്തിലും ഉള്ളതിനേക്കാൾ കൂടുതൽ പ്രമേഹ രോഗികൾ നമുക്ക് കേരളത്തിലൊന്നുണ്ട്. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു സങ്കീർണത എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ കാണുന്നത് ചെറുപ്പക്കാരിൽ കണ്ടുവരുന്നതായ പ്രമേഹം. ചെറുപ്പക്കാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 30-ന് താഴെ എന്ന് നമുക്ക് സൂചിപ്പിക്കാം. അവരിൽ പോലും പ്രമേഹത്തിൻ്റെ തോത് കൂടി വരുന്നതായ ഒരു അവസ്ഥയിലൂടെയാണ് നാം ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രമേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിലെ എല്ലാ അവയവങ്ങളിലും, തലയിലെ മുടി മുതൽ കാലിലെ നഖം വരെ ബാധിക്കുന്നതായ അല്ലെങ്കിൽ അതിൻ്റെ ദൂഷ്യഫലങ്ങൾ ബാധിക്കുന്നതായ ഒരു അസുഖമാണ് പ്രമേഹ രോഗം. പ്രമേഹ രോഗത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനപ്പെട്ടതായ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തേത് നമ്മളുടെ ഹൃദ്രോഗം. പ്രമേഹ രോഗികൾ, സിംഹഭാഗം രോഗികളും പ്രമേഹ രോഗികളും മരണപ്പെടുന്നത് ഹൃദ്രോഗം മൂലമാണ്. അതിനുശേഷം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് ഏതൊരു ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും അവരുടെ വൃക്ക വിഭാഗത്തിലോട്ട് നാം ഒന്ന് പ്രവേശിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയും, ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ അവിടെ കിടന്ന് ഡയാലിസിസിന് വിധേയരാകുന്നതായ എല്ലാ വ്യക്തികൾക്കും തന്നെ പ്രമേഹം ഉള്ളതായിട്ടാണ് കാണുന്നത്. മറ്റൊരു പ്രശ്നം നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ പാദത്തിൽ അല്ലെങ്കിൽ സംബന്ധിച്ച് വരുന്നതായ പ്രശ്നങ്ങൾ, ഉദാഹരണമായി ഇൻഫെക്ഷൻസ് ആവാം, രക്തോട്ടം നിലച്ചുകൊണ്ടുള്ളതായ ഗാംഗ്രീൻ എന്ന അവസ്ഥയാവാം, എന്തോ അവസ്ഥയാവട്ടെ, അതാണ് ഏറ്റവും കൂടുതൽ കാലിനെ മുറിച്ചു മാറ്റുന്നതായ അവസ്ഥയിലോട്ട് കൊണ്ടുപോകുന്ന ഒരു അവസ്ഥ. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കോംപ്ലിക്കേഷനാണ് തലച്ചോറിലോട്ട് പോകുന്നതായ രക്തക്കുഴൽ അടഞ്ഞുകൊണ്ട് പക്ഷാഘാതം അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ സെറിബ്രോ വാസ്കുലർ ആക്സിഡൻറ്റ് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഒരു ദൂഷ്യഫലങ്ങളാണ്, അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസാണ്. ഞാൻ പറഞ്ഞു വരുന്നത് പ്രമേഹ രോഗം ശരീരത്തിലെ എല്ലാ ഭാഗങ്ങളിലും ബാധിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. പ്രമേഹ രോഗത്തിൽ നമുക്കെല്ലാം അറിയാവുന്ന പോലെ തന്നെ എല്ലാ സ്ഥലത്തും രക്തപരിശോധനയുണ്ട്. ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി 30 വയസ്സിന് ശേഷം എല്ലാവരും തന്നെ ഒരു വർഷത്തിൽ ഒരിക്കലെങ്കിലും രക്തപരിശോധന ചെയ്യേണ്ടത് ആവശ്യകതയാണ്. എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത് എന്നുകൂടെ നാം നോക്കേണ്ടിയിരിക്കുന്നു. ഒരു പക്ഷേ ഈ വ്യക്തികൾക്ക് പ്രമേഹം ഉണ്ടാകാം, പക്ഷേ നാം അറിയുന്നില്ലെങ്കിൽ എന്ത് പറ്റും? അവർക്ക് പ്രമേഹത്തിൻ്റെതായ ദൂഷ്യഫലങ്ങൾ അല്ലെങ്കിൽ കോംപ്ലിക്കേഷൻസിലോട്ട് ആ രോഗി അല്ലെങ്കിൽ ആ വ്യക്തി പതിയെ നടന്നെടുക്കുന്നതാണ് കാണുന്നത്. ഇന്നൊരു പഠനം തെളിയിക്കുന്നത് മിനിമം 5 വർഷം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഒരു വ്യക്തിക്ക് പ്രമേഹമുണ്ടോ ഇല്ലയോ എന്നറിയുന്നത്. അപ്പോൾ അതുകൊണ്ട് വളരെയധികം കാലം പ്രമേഹം അറിയാതിരുന്ന് അല്ലെങ്കിൽ സബ് ക്ലിനിക്കൽ കണ്ടുപിടിക്കാതെ, പ്രമേഹം നിർണ്ണയിക്കാതെ ഈ വ്യക്തികൾ കുറേ നാൾ അവർ ജീവിക്കുന്നു. അതുകൊണ്ട് ഇവർക്ക് കോംപ്ലിക്കേഷൻസിൻ്റെ തോത് കൂടുതലാണ്, മാത്രമല്ല ഭീകരതയും കൂടുതലാണ്. അതുകൊണ്ട് അവർ തീർച്ചയായിട്ടും വർഷത്തിലൊരിക്കൽ
30 വയസ്സിന് ശേഷം, ഇത് എൻ്റേതായ ഒരു ബലമായ ഒരു അഭിപ്രായമാണ്, 30-ന് ശേഷം അവർ രക്തം പരിശോധിക്കട്ടെ, ഷുഗർ ഉണ്ടോ എന്ന് നോക്കട്ടെ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷക ചേരുന്നുണ്ട്, തിരുവനന്തപുരത്ത് നിന്നും ലതയാണ്. ലത, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. പറയൂ, കേൾക്കാം. എനിക്കറിയാനുള്ളത്, എനിക്ക് വന്ന് ഇപ്പൊ ഇടയ്ക്ക് ടെസ്റ്റ് ചെയ്തപ്പോൾ 190 അടുത്തുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഫുഡൊക്കെ കൺട്രോൾ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചായയിലും കാപ്പിയിലും ഒക്കെ പഞ്ചസാര കുറച്ച്, ഷുഗർ കഴിക്കുന്ന സ്വീറ്റ്സ് കഴിക്കുന്നത് കുറച്ച് 140 താഴെ വന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ നോക്കിയപ്പോൾ 97 അങ്ങനെ നിൽക്കുന്നു. പക്ഷെ ഇന്ന് പോയി നോക്കിയപ്പോൾ 162 ഉണ്ട്. അത് ഞാൻ കഴിച്ചിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ പ്രസാദമൊക്കെ കിട്ടി, അതൊക്കെ കഴിച്ചു. അപ്പൊ ഇങ്ങനെ ഫ്ലക്ച്വേറ്റിംഗ് ഇരിക്കുന്നു. അപ്പൊ ഇത് എന്നും പോയി നോക്കുന്നത്, നമ്മൾ വീട്ടിൽ നോക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു വെക്കണോ, അല്ല ഇതുപോലെ ഇടയ്ക്ക് പോയി പരിശോധിച്ചാൽ മതിയോ? ഇത് എങ്ങനെയാണ് നമ്മളൊരു സാധാരണത്വത്തിൽ നിർത്താൻ പറ്റുന്നത്? നല്ല ചോദ്യം. ആദ്യമായി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, പ്രമേഹ രോഗം ഉണ്ട് എന്ന് കരുതി അവരുടെ ഭക്ഷണം കംപ്ലീറ്റ് ഒഴിവാക്കുകയല്ല വേണ്ടത്. ലത പറഞ്ഞതുപോലെ ഭക്ഷണം ഒരു മോഡിഫിക്കേഷനാണ് ആവശ്യം, അതല്ലാതെ പരിപൂർണമായി നിയന്ത്രിക്കുക എന്നുള്ളതല്ല. പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാഡം സൂചിപ്പിക്കുകയുണ്ടായി പഞ്ചസാര കംപ്ലീറ്റ് നിർത്തി എന്നുള്ളത്. അതിൽ വലിയ ശാസ്ത്രീയ വശമില്ല. ചെറിയ രീതിയിൽ പഞ്ചസാര ഉപയോഗിക്കുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ ഒരു കാര്യം മാഡത്തിന് മനസ്സിലായി കാണും, ഒരു നല്ല രീതിയിലുള്ളതായ ജീവിത ശൈലിയിൽ വന്ന മാറ്റം കൊണ്ട് മാഡത്തിൻ്റെ ഷുഗർ കുറഞ്ഞു വരുന്നതായിട്ട് അമ്മ തന്നെ ശ്രദ്ധിക്കുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രമേഹ രോഗത്തിന് മരുന്നുകൾ കൊണ്ട് ചികിത്സിക്കുക എന്നുള്ളതല്ല. തീർച്ചയായിട്ടും അവരുടെ ജീവിത ശൈലിയിൽ മാറ്റം വരുത്തുക എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമുക്ക് നോക്കാം. ആദ്യമായി അവരുടെ ഭക്ഷണം ഒരു ക്രമീകരണം. ഉദാഹരണമായിട്ട് വളരെയധികം ഭക്ഷണം കഴിക്കുന്ന വ്യക്തികൾ കുറയ്ക്കുകയും പല പ്രാവശ്യം അല്ലെങ്കിൽ ഒരു അതിൻ്റെ ടൈമിങ് ഒരു ഇൻ്റർവെൽ കുറച്ച് കൂട്ടിയെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിന് ഫലം കാണും. രണ്ടാമത്തെ ഒരു കാര്യം, അവരുടെ ഒരു ചെറിയ രീതിയിലുള്ള വ്യായാമം. എല്ലാവരും പറയും എനിക്ക് നടക്കാൻ വയ്യ, മുട്ടുവേദന, അതുകൊണ്ട് പറ്റുന്നില്ല. അതൊന്നും ഒരു എക്സ്ക്യൂസായി കണക്കാക്കേണ്ട. ചെറിയ രീതിയിൽ ഇരുന്നു കൊണ്ട് എക്സസൈസ് ഉണ്ട്, നടന്നുകൊണ്ട് എക്സസൈസ് ഉണ്ട്, ഓടുന്ന എക്സസൈസ് ഉണ്ട്, ജിമ്മിൽ പോകുന്ന എക്സസൈസ് ഉണ്ട്. പക്ഷേ ഒരു വ്യക്തിക്ക് ഏത് തരത്തിലുള്ളതായ വ്യായാമം ചെയ്യാൻ പറ്റുമോ ആ വ്യായാമം ചെയ്യുക. പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, പ്രമേഹ രോഗം ഗർഭാവസ്ഥയിൽ വരികയാണെങ്കിൽ അവർക്ക് എക്സസൈസ് ചെയ്യാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഇരുന്ന് ചെയ്യാവുന്ന എക്സസൈസ് ഉണ്ട്. ഇരുന്ന് അല്ലെങ്കിൽ ചെറിയ രീതിയിൽ അവർക്ക് നടക്കാൻ പറ്റുന്ന രീതിയിൽ നടക്കാം. അങ്ങനെ ചില വ്യായാമം കൊണ്ട് അവരുടെ ഷുഗർ കുറച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണയായി കണ്ടുവരുന്ന പ്രമേഹ രോഗികൾക്ക് ഒരു വിധത്തിലും വ്യായാമത്തിൽ കുറവ് വരുത്തേണ്ട കാര്യമില്ല. ഏതൊക്കെ തരത്തിലുള്ള വ്യായാമം ചെയ്യാം എന്ന് അവർക്ക് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കാം, ഏത് തരത്തിലുള്ള വ്യായാമമാണ് നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കുക, നടത്തം, വാക്കിങ്ങിൽ തന്നെ നമ്മൾ നല്ലൊരു ഇത് പറയുകയാണെങ്കിൽ ബ്രിസ്ക് വാക്കിംഗ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ശരീരം എത്ര സ്പീഡിൽ നടക്കാൻ പറ്റുമോ അത്ര നടക്കുക. അല്ലെങ്കിൽ സൗകര്യമുള്ളവർക്ക് പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളിലെല്ലാം കുളങ്ങളും തോടുകളും ഉണ്ട്, അവിടെ പോയി നീന്തുന്നത് കൊള്ളാം, അല്ലെങ്കിൽ സൈക്കിൾ ചവിട്ടുന്നത് കൊള്ളാം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ജിംനേഷ്യങ്ങളുണ്ട്, അവിടെ പോയാലും ഇത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അല്ലാതെ പലപ്പോഴും നമ്മൾ കാണുന്ന എല്ലാ വീട്ടിലും ജിമ്മിനുള്ള അല്ലെങ്കിൽ നടക്കാനുള്ള ട്രെഡ്മില്ലൊക്കെ ഉണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാതെ അത് അവിടെ മാറ്റി വെച്ചുകൊണ്ട് വ്യായാമം ചെയ്യാതിരിക്കുന്നതിൽ അർത്ഥമില്ല. നടക്കുക, അല്ലെങ്കിൽ ഏത് തരത്തിലുള്ളതായ വ്യായാമം ചെയ്യാൻ പറ്റുമോ അത് ചെയ്തെടുക്കുക. അതിന് ശേഷമാണ് നമുക്ക് തീർച്ചയായിട്ടും മരുന്നുകൾ കഴിക്കേണ്ടത്. ആ സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളുടെ ഡോക്ടറെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിചയമുള്ള ഡോക്ടറോ അല്ലെങ്കിൽ ഏത് ആരോഗ്യ സ്ഥാപനത്തിൽ പോകാൻ പറ്റുമോ അവിടെ പോയി പരിശോധന ചെയ്യുകയും അതിൻ്റെ വിശദമായ ഒരു വിദഗ്ധോപദേശം വാങ്ങി ചികിത്സിക്കുകയും ആണ് വേണ്ടത്. ഞാൻ ഉത്തരം പറഞ്ഞു എന്ന് കരുതട്ടെ.
തീർച്ചയായും ഡോക്ടർ പ്രേക്ഷകർക്ക് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ പറയുകയുണ്ടായി പ്രമേഹം നമ്മുടെ ശരീരത്തിലെ പല അവയവങ്ങളെയും ബാധിച്ചേക്കാമെന്ന്. അത്തരത്തിൽ കണ്ണിനെ എപ്പോഴാണ് പ്രമേഹം ബാധിക്കുന്നത്? കാഴ്ചയ്ക്ക് ഇത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്? അതുപോലെ തന്നെ എന്താണ് ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന ഈ രോഗാവസ്ഥ? വളരെ പ്രധാനപ്പെട്ട ചോദ്യം. നമ്മുടെ കണ്ണിൻ്റെ റെറ്റിന എല്ലാവരും ചോദിക്കുമ്പോൾ പറയും, എൻ്റെ കണ്ണ് ഇന്നലെ പരിശോധിച്ചതാണ്. കാഴ്ച നോക്കലല്ല പ്രമേഹത്തിൻ്റെ പരിശോധന എന്ന് മനസ്സിലാക്കുക. വളരെ പ്രധാനപ്പെട്ടൊരു സന്ദേശമാണ് ഞാൻ പറയുന്നത്. കണ്ണിൻ്റെ പരിശോധന എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിൻ്റെ ഏറ്റവും പുറകിലായി കണ്ടുവരുന്ന റെറ്റിന എന്ന കണ്ണിൻ്റെ പ്രത്യേക ഒരു ഭാഗമുണ്ട്. ആ ഭാഗത്ത് പ്രമേഹം ബാധിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിക്കൊണ്ട് കൃഷ്ണമണി വികസിപ്പിച്ചുകൊണ്ട് ഉള്ളിലോട്ട് നോക്കുകയും റെറ്റിന ബാധിച്ചിട്ടുണ്ടോ എന്നറിയേണ്ടതാണ്. വളരെ പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത്തെ ചോദ്യം, എപ്പോഴാണ് പരിശോധന ചെയ്യുന്നത്? മനസ്സിലാക്കുക, ഒരു പ്രമേഹ രോഗിക്കോട് ഒരു ഡോക്ടർ പറയാണ് താങ്കൾക്ക് പ്രമേഹമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ പരിശോധിക്കണമെന്നാണ്. കാരണം ഏകദേശം ഒരു 15 മുതൽ 20% ഡയബറ്റിസ് രോഗികൾക്ക് രോഗം നിർണ്ണയിക്കുന്ന ആ സമയത്ത് തന്നെ റെറ്റിനോപ്പതി ഉള്ളതായിട്ട് കണക്കാക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രമേഹം എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നു അന്ന് പരിശോധിക്കുകയും കണ്ണിൽ ബാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് വർഷത്തിൽ ഒരിക്കൽ പരിശോധിക്കാം. കണ്ണിൽ ബാധിച്ചിട്ടുണ്ടെങ്കിലോ അത് 6 മാസത്തിലോ 3 മാസത്തിലോ പരിശോധന ചെയ്യുകയും ഏത് തരത്തിലാണ് അതിൻ്റെ ഒരു പ്രോഗ്രഷൻ എന്ന് നോക്കി അതിനുള്ളതായ ചികിത്സ തേടേണ്ടതും അത്യാവശ്യമാണ്. മനസ്സിലാക്കുക, പ്രമേഹ രോഗികൾക്ക് പ്രമേഹമാണ് ചെറുപ്പക്കാരിൽ കാഴ്ച നഷ്ടപ്പെടുത്തുന്നതായ പ്രധാനപ്പെട്ട കാരണം എന്നാണ് നമുക്ക് നമ്മുടെ ബുക്കുകൾ പറഞ്ഞു തരുന്നത്. വ്യക്തമാണ് ഡോക്ടർ. അതുപോലെ തന്നെ ഈ പ്രമേഹം എങ്ങനെയാണ് കിഡ്നിയെ ബാധിക്കുന്നത്? കിഡ്നിയുടെ പ്രവർത്തനം ഇത് എത്രത്തോളം തകരാറിലാക്കുന്നുണ്ട്? ഞാൻ ആമുഖമായി പറഞ്ഞു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇന്ന് നമ്മൾ ഡയാലിസിസ് റൂമിലിട്ട് പോവുകയാണെങ്കിൽ എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും അവിടെ ഉള്ളതായ 90% വ്യക്തികൾക്ക് പ്രമേഹമുണ്ട്. ഈ കണ്ണിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ രോഗം നിർണ്ണയിക്കുന്ന ആ സമയത്ത് കിഡ്നിക്ക് ബാധിച്ചിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കിഡ്നിയുടെ പരിശോധന ചെയ്യേണ്ടത് ആവശ്യമാണ്. എന്താണ് കിഡ്നിയുടെ പരിശോധന എന്ന് നമുക്ക് അതും കൂടെ ഒന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. ആദ്യമായി നമ്മളെല്ലാവരും എല്ലാ ആശുപത്രിയിലും എല്ലാ ക്ലിനിക്കിലും എല്ലാ ലാബറട്ടറിയിലും ചെയ്യുന്ന പരിശോധനയാണ് ക്രിയാറ്റിനിൻ എന്ന് പറഞ്ഞ പരിശോധന. ക്രിയാറ്റിനിൻ ഉയർന്നു വരുന്നത് വരെ കാത്തു നിൽക്കുന്നത് ശരിയല്ല. അതിനു മുമ്പും കിഡ്നിയിൽ ബാധിക്കുന്ന വ്യത്യാസങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിക്കൊണ്ട് പരിശോധനകൾ ആവശ്യമാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാ ലാബിലും പരിശോധിക്കുന്നതാണ് മൂത്രത്തിൽ പ്രോട്ടീൻ നഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത്. നഷ്ടപ്പെടുന്നു എന്നുണ്ടെങ്കിൽ അത് കിഡ്നിയെ ബാധിച്ചിരിക്കാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ തെളിവാണ്. ബാധിച്ചിരിക്കാം. അതുകൊണ്ട് വിദഗ്ധമായ പരിശോധനയ്ക്ക് ആ സമയത്ത് തന്നെ വിധേയരാകുകയും കിഡ്നിക്ക് ബാധിച്ചിട്ടുണ്ടെങ്കിൽ ആ സമയത്ത് പ്രത്യേക തരത്തിലുള്ളതായ മരുന്നുകൾ കഴിച്ചാൽ അവരുടെ കിഡ്നിയിൽ ബാധിക്കുന്നതിൻ്റെ തീവ്രത കുറയാനും അവിടെ തന്നെ അറസ്റ്റ് ചെയ്ത് പിടിക്കാനും ഈ രോഗിക്ക് നല്ല രീതിയിലുള്ളതായ ഒരു കിഡ്നി ഹെൽത്ത് കൊടുക്കാനും കഴിയും എന്നുള്ള കാര്യം കൂടെ ഓർമ്മിച്ചോളട്ടെ. തീർച്ചയായും ഡോക്ടർ. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ കൂടി ചേരുന്നുണ്ട്. ശിവകുമാറാണ് ആലപ്പുഴയിൽ നിന്നും. ശിവകുമാർ, ഡോക്ടറോട് ചോദിക്കാം. ഹലോ. പറയൂ മിസ്റ്റർ ശിവകുമാർ, പറയൂ. ഡോക്ടറെ, ഞാൻ ഒരു 1.5 മാസത്തിന് മുമ്പ് എനിക്ക് അമിതമായ പുകവലി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു പനി. സാറേ, എനിക്ക് കേൾക്കാവോ? കേൾക്കാം, പറഞ്ഞോളൂ. സാറേ, എനിക്ക് ഒരു 1.5 മാസത്തിന് മുമ്പ് എനിക്ക് അമിതമായ പുകവലിയായിരുന്നു. അപ്പൊ ഞാൻ ഒരു പനി വന്നപ്പം പുകവലി അങ്ങ് നിർത്തി. പനിക്ക് വേണ്ടി ഞാൻ മരുന്ന് മേടിക്കാൻ ഹോസ്പിറ്റലിൽ പോയി. അപ്പൊ അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് ഞാൻ മരുന്ന് മേടിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടറെ കണ്ടു കഴിഞ്ഞ് ഷുഗർ നോക്കിയപ്പം ആഹാരത്തിന് മുമ്പ് 55, ആഹാരം കഴിഞ്ഞ് എനിക്ക് 60 ഉള്ളൂ ഷുഗർ. ഇതുകൊണ്ട് എന്തെങ്കിലും ദോഷങ്ങളോ എന്തെങ്കിലും ഉണ്ടാവുമോ? താങ്കൾ പറഞ്ഞ ചോദ്യത്തിൽ ഒരു കാര്യം, ഷുഗർ കുറയുന്നത്. ആദ്യത്തെ കാര്യം തന്നെ സ്മോക്കിങ്ങിനെ പറ്റി ഒരൊറ്റ വാചകം പറഞ്ഞോട്ടെ. പ്രമേഹം ഉള്ള വ്യക്തികൾക്ക് പുകവലി വളരെ വളരെ അപകടം ഉണ്ടാക്കും. അതുകൊണ്ട് പുകവലി ഉപേക്ഷിക്കേണ്ടത് 100% നമുക്ക് സ്ട്രോങ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തെ കാര്യം,
താങ്കളുടെ രക്തത്തിലെ പഞ്ചസാര 50. അത് കേട്ടിട്ട് വിശദമായ പരിശോധനകൾ നടത്തണം എന്ന് ഞാൻ കരുതുന്നു. മരുന്ന് കഴിക്കുന്നില്ലെങ്കിൽ, പ്രമേഹത്തിനുള്ളതായി മരുന്ന് കഴിക്കാത്ത വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വിശദമായ പരിശോധന തേടേണ്ടത് ആവശ്യമാണ്. മറ്റൊരു തരത്തിൽ പ്രമേഹത്തിന് മരുന്ന് കഴിക്കുന്ന വ്യക്തികളാണെങ്കിൽ മരുന്നിൻ്റെ ഡോസ് വ്യത്യാസം വരുത്തി കഴിഞ്ഞാൽ ഈ അവസ്ഥയിൽ നിന്ന് നമുക്ക് കരകയറിയെടുക്കാൻ പറ്റും. ഓവർ. പ്രമേഹം എങ്ങനെയാണ് ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നത്? ഈ ഹൃദയത്തിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതിലൂടെ സ്ട്രോക്ക് വരാനുള്ള സാധ്യത എന്തെങ്കിലും ഉണ്ടോ? ഞാൻ ഒരു ആമുഖത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, പ്രമേഹ രോഗികൾ മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഹൃദ്രോഗമാണ്. നമ്മുടെ ശരീരത്തിലോട്ട് അല്ലെങ്കിൽ ഹൃദയത്തിലോട്ട് പോകുന്നതായ രക്തക്കുഴലിൻ്റെ പേരാണ് കൊറോണറി ആർട്ടറീസ്. പ്രമേഹമുള്ള വ്യക്തികൾക്ക്, നമുക്കെല്ലാവർക്കും വയസ്സ് കൂടുന്തോറും കൊറോണറി ആർട്ടറിയിൽ കൊഴുപ്പ് അടിഞ്ഞുകൊണ്ട് രക്തോട്ടം വളരെ വളരെ കുറഞ്ഞു വരും. പ്രമേഹമുള്ള വ്യക്തികൾക്ക് കൊഴുപ്പിന് പ്രശ്നങ്ങൾ വരാം. പ്രമേഹത്തിൽ ഷുഗർ കൂടിയിരിക്കുകയാണ്. അതോടുകൂടെ മറ്റ് പല കാരണങ്ങളെ കൊണ്ടും ഈ കൊഴുപ്പ് കൂടുന്നതിൻ്റെ തോത് അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡ് കുറച്ചും കൂടെ കൂടും. അങ്ങനെ വരുമ്പോൾ സാധാരണഗതിയിൽ 50-ന് ശേഷമാണ് ഹൃദ്രോഗം വരുന്നത് അല്ലെങ്കിൽ 60-ന് ശേഷമാണ് ഹൃദ്രോഗം വരുന്നത് എന്നുണ്ടെങ്കിൽ പ്രമേഹമുള്ള വ്യക്തികൾക്ക് കുറച്ചും കൂടി നേരത്തെ വരും എന്ന് മാത്രമല്ല, വളരെ ഭീകരമായ രീതിയിൽ സാധാരണഗതിയിൽ 3 രക്തക്കുഴലുകളാണ് നമ്മളെല്ലാവരും ഹാർട്ടിലോട്ട് പറയുന്നത്. 3 രക്തക്കുഴലിലും കൊഴുപ്പ് അടിഞ്ഞുകൊണ്ട് പെട്ടെന്ന് അടിയാനും പെട്ടെന്ന് അടയാനും വളരെ മോശമായ രീതിയിൽ ഹൃദ്രോഗം ബാധിക്കാനും സാധ്യത കൂടുതലാണ്. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വ്യക്തിക്ക് കൊഴുപ്പ് കൂടിയിരിക്കുകയാണ്, അതിനോടുകൂടെ മറ്റ് പല പ്രശ്നങ്ങളും, ഉദാഹരണമായിട്ട് പെട്ടെന്ന് പ്രഷർ കൂടുന്നു, മറ്റ് മാനസിക പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻസ് വരുന്നു. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ഹൃദയത്തിലോട്ട് രക്തോട്ടം വീണ്ടും അല്പം കൂടെ കുറയുകയും പെട്ടെന്ന് ഹൃദ്രോഗം സംഭവിക്കാനും സാധ്യതയുണ്ട്. മരണപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ഇതേ പ്രക്രിയയാണ് തലച്ചോറിലോട്ട് രക്തം കൊണ്ടുപോകുന്നതായ സെറിബ്രൽ ആർട്ടറിയിലും സംഭവിക്കുന്നത്. കുറച്ച് കഴിയുമ്പോൾ രക്തത്തിൽ ചെറുതായിട്ട് അടഞ്ഞ് ഒരു സമയം അത് സ്ട്രോക്കായിട്ട് സംഭവിക്കും. ഇതേമാതിരി തന്നെയാണ് കാലിൽ, പ്രത്യേകിച്ച് കാലിലോട്ട് പോകുന്നതായ രക്തക്കുഴലുകൾ, പല രക്തക്കുഴലുകളുണ്ട്. അതിലും ഒരു സമയത്ത് ഇതേമാതിരി അടഞ്ഞു പോവുകയും രക്തോട്ടം കുറയുകയും ചെയ്യും. മറ്റു പ്രധാനപ്പെട്ട കാര്യമുണ്ടാകുന്നത് കാലിലാണ് പ്രത്യേകിച്ച് ഉണ്ടാകുന്നത്. ഞരമ്പുകൾക്ക് അല്ലെങ്കിൽ നാഡീവ്യൂഹത്തിന് പ്രശ്നങ്ങൾ സംഭവിക്കാം. നാഡീവ്യൂഹത്തിലൂടെ ഒരു പ്രത്യേകതരം ഇമ്പൾസിലൂടെയാണ് രക്തക്കുഴലിൻ്റെ അല്ലെങ്കിൽ രക്തത്തിൻ്റെ സംക്രമണം അല്ലെങ്കിൽ ഓട്ടം അല്ലെങ്കിൽ സർക്കുലേഷൻ കറക്റ്റായിട്ട് നടക്കുന്നത്. എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ ഒരു പ്രേക്ഷകൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. പ്രമോദാണ് കണ്ണൂരിൽ നിന്നും. പ്രമോദ്, ഡോക്ടറോട് ചോദിക്കാം. ഹലോ സാർ. പറയൂ, കേൾക്കാം. സാർ ഇപ്പോൾ സൂചിപ്പിച്ച എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ എനിക്കുണ്ട്. അതായത് ഞാൻ ഇന്ന് റെറ്റിന ഡോക്ടറെ കണ്ടിട്ടാണ് വരുന്നത്. സാറും പറഞ്ഞായിരുന്നു ഷുഗർ ആണ് മെയിൻ പ്രശ്നങ്ങള്. പിന്നെ ഈ നെഫ്രോളജിനെ കണ്ടായിരുന്നു, ക്രിയാറ്റിൻ പ്രശ്നമായിരുന്നു, 1.7 ആയിരുന്നു. ഇപ്പൊ അത് മെഡിസിൻ കഴിച്ചിട്ട് ഇപ്പോൾ 1.3 ആയിട്ടുണ്ട്. അതുപോലെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തിട്ടുണ്ട്, പിന്നെ 5 വർഷമായി അത് ചെയ്തിട്ട്. അപ്പൊ ഇതെല്ലാം ഷുഗറിൻ്റെ വരുന്നതാണോ സാറ്? തീർച്ചയായിട്ടും. എനിക്ക് താങ്കളുടെ ഹിസ്റ്ററി കേട്ടിട്ട് മനസ്സിലാവുന്നത് ഷുഗർ അല്ലെങ്കിൽ പ്രമേഹം സംബന്ധിച്ചുള്ള എല്ലാ പ്രശ്നങ്ങളും എല്ലാ കോംപ്ലിക്കേഷനും താങ്കൾക്ക് വന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ആദ്യമായിട്ട് ഇങ്ങനെയുള്ളൊരു വ്യക്തികൾ മനസ്സിലാക്കേണ്ടത്, ചികിത്സാവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഷുഗർ സ്ട്രിക്റ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ്. അതിന് ഏത് തരത്തിലുള്ള മരുന്നാവട്ടെ, ഗുളികകളാവട്ടെ, ഇൻസുലിൻ ആവട്ടെ, പമ്പാവട്ടെ, ഏത് തരത്തിലുള്ളതായ ചികിത്സാവിധിയാണെങ്കിലും ഷുഗറിൻ്റെ ലെവൽ കറക്റ്റായിട്ട് നിർത്തുക എന്നുള്ളതാണ്. രണ്ടാമത്തതാണ് ഓരോ തരത്തിലുള്ള കോംപ്ലിക്കേഷൻ നമ്മൾ അഡ്രസ്സ് ചെയ്യണം. കണ്ണിനെ അഡ്രസ്സ് ചെയ്യണം, കിഡ്നി അഡ്രസ്സ് ചെയ്യണം, രക്തക്കുഴലിനെ അഡ്രസ്സ് ചെയ്യണം, എല്ലാ കാര്യത്തിലുള്ളതായ കോംപ്ലിക്കേഷൻസ് അഡ്രസ്സ് ചെയ്യണം. പക്ഷേ സുഹൃത്തെ, എനിക്ക് പറയാനുള്ളത്, ഇന്ന് മെഡിക്കൽ സയൻസ് വളരെയധികം പുരോഗമിച്ചൊരു കാലഘട്ടത്തിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ എല്ലാ കോംപ്ലിക്കേഷൻസും, പ്രമേഹത്തിൻ്റെ എല്ലാ കോംപ്ലിക്കേഷൻസും ശരിയായ രീതിയിൽ
നിയന്ത്രിക്കാനും എഫക്റ്റീവായിട്ട് എല്ലാ കോംപ്ലിക്കേഷൻസും തടയാനും അസുഖം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ പ്രോഗ്രഷൻ കുറയ്ക്കാനുമുള്ളതായ മരുന്നുകൾ ഇന്ന് ലഭ്യമാണ്. ഒരു 20 വർഷം മുമ്പ്, ഞാനൊക്കെ 20 വർഷം മുമ്പ് ചികിത്സ തുടങ്ങിയ മനുഷ്യനാണ്. അന്നൊന്നും ഇല്ലാത്തതായ സാഹചര്യത്തിലൂടെയാണ് നമ്മൾ എല്ലാ തരത്തിലുള്ളതായ ചികിത്സാ വിധികളും നല്ല മരുന്നുകളും ലഭ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ ഒരു വിധത്തിലും നിരാശപ്പെടേണ്ട. തീർച്ചയായിട്ടും നമുക്ക് വലിയ ഒരു ചികിത്സയ്ക്ക് ഇന്ന് സ്കോപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഡോക്ടറോട് സംസാരിക്കുകയും ശരിയായ രീതിയിൽ ഇനി ശ്രദ്ധിക്കുക എന്നുള്ള ഒരു ഉപദേശമാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഓവർ. പ്രേക്ഷകന് വ്യക്തമായെന്ന് കരുതുന്നു. ഡോക്ടർ, കിഡ്നിയുടെ പ്രവർത്തനത്തെയും ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെയും ഒക്കെ ഈ പ്രമേഹം ബാധിക്കുമെന്ന് ഡോക്ടർ നേരത്തെ പറയുകയുണ്ടായി. നെർവുകളുടെ പ്രവർത്തനത്തെയും ഇത് തകരാറിലാക്കുമോ? എന്താണ് ഈ ഡയബറ്റിക് ന്യൂറോപ്പതിയെക്കുറിച്ച് ഡോക്ടർക്ക് പറയാനുള്ളത്? രക്തത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ പ്രമേഹ രോഗം വന്നു കഴിഞ്ഞാൽ ദ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് ന്യൂറോപ്പതി എന്ന് പറയുന്നത്. ന്യൂറോപ്പതി പല രീതിയിലും നമുക്ക് ബാധിക്കാം. ആദ്യമായി സ്പർശനശക്തി, അല്ലെങ്കിൽ കാലിൽ തൊട്ടാൽ അറിയാത്തൊരവസ്ഥ. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളൊന്നും അറിയുന്നില്ല, നടക്കുന്നു, കാല് പൊട്ടുന്നു, കാല് വ്രണം കൂടുന്നു, ഇൻഫെക്ഷൻ സ്പ്രെഡ് ചെയ്യുന്നു, പാദം മുറിച്ച് മാറ്റേണ്ടി വരും. രണ്ടാമത്തെ കാര്യം നമുക്ക് കണ്ടുവരുന്ന പ്രശ്നങ്ങളാണ് വയറിനെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ. വയറിന് പ്രത്യേകിച്ച് ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വയറ് നിറയുന്നു, വയറ്റിൽ നിന്ന് ശരിയായ രീതിയിൽ മലശോധനയില്ല, തുടങ്ങി പല പ്രശ്നങ്ങൾ വരാം. മറ്റൊരു പ്രശ്നം നമുക്കെല്ലാവർക്കും ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് തലകറക്കം, രക്തം ശരിയായ രീതിയിൽ സർക്കുലേഷൻ ഇല്ലാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. ഈ നമ്മളെ സ്വെറ്റിംഗ്, നമ്മളുടെ വിയർപ്പ് ഗ്രന്ഥികളെ ബാധിക്കാം, നമ്മുടെ സെക്ഷൽ ലൈഫിനെ വല്ലാതെ ബാധിക്കാം. അങ്ങനെ തരത്തിലുള്ളതായ ഈ നെർവ് സിസ്റ്റത്തിനെ ബാധിച്ചു കഴിഞ്ഞാൽ അതുകൊണ്ടും പ്രമേഹം കൊണ്ടും ഈ ന്യൂറോപ്പതി കൊണ്ടും ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ പ്രമേഹത്തിൻ്റെ ദൂഷ്യഫലങ്ങൾ കാണും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൻ്റെ ചികിത്സ അല്ലെങ്കിൽ അത് കണ്ടുപിടിക്കാൻ, നിർണ്ണയിക്കാൻ ഇന്ന് നല്ല മെത്തേഡുകളുണ്ട്. അത് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കണ്ടുപിടിക്കാനും അത് അറസ്റ്റ് ചെയ്യാനും നമുക്ക് കഴിയും. അത് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് എന്നുകൂടിയാണ് എനിക്ക് ഓർമ്മിപ്പിക്കാനുള്ളത്. ഓവർ. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പ്രമേഹം ഓർമ്മയെ ബാധിക്കുന്നുണ്ടോ? ഈ ഓർമ്മക്കുറവ് എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഇത് അൽഷിമേഴ്സ് എന്ന രോഗത്തിലേക്ക് ഇത് നയിക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യം. ഇപ്പോൾ അടുത്തിടെ വന്നിട്ടുള്ളതായ പല പ്രബന്ധങ്ങളും സൂചിപ്പിക്കുന്നത് ആൽഷീമേഴ്സ് ഡിസീസും ഡയബറ്റീസും അതിൻ്റെ ചികിത്സാവിധികളും. ആൽഷീമേഴ്സ് ഡിസീസ് നമുക്കെല്ലാവർക്കും അറിയാം, ഏകദേശം വയസ്സായവരിലാണ് ഒരു ഏകദേശം 65 ശേഷമാണ്. ഇന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ചെറുപ്പം എന്ന് വെച്ചാൽ അത്ര ചെറുപ്പമല്ലാത്ത വ്യക്തികൾക്കും ഇന്ന് ആൽഷീമേഴ്സ് പിടിപെടുന്നുണ്ട്. പ്രമേഹ ഉള്ള രോഗികൾക്ക് ഇതിൻ്റെ അസുഖത്തിൻ്റെ തീവ്രത കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് നമ്മളുടെ ശാസ്ത്ര സമൂഹം നമ്മൾ പഠിപ്പിച്ചിരുന്നത് ആൽഷീമേഴ്സ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിക്കൊണ്ടുള്ള പരിശോധനകൾ പ്രമേഹ രോഗികളിൽ ചെയ്യേണ്ടതാണ്. ചെറിയ പരിശോധനകളുണ്ട്, വലിയ പരിശോധനയുടെ ആവശ്യമില്ല. ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരുടെ ചികിത്സാ വിധികളിൽ പല മാറ്റങ്ങളും നമ്മൾ ഇനിയുള്ള കാലത്ത് ചെയ്യേണ്ടത് നിർബന്ധമാണ്. പ്രത്യേകിച്ച് അവർക്ക് ചില മരുന്നുകൾ, പുതിയ തരത്തിലുള്ള മരുന്നുകൾ വളരെ എഫക്റ്റീവായിരിക്കും എന്നാണ് നമ്മുടെ ബുക്കുകൾ നമുക്ക് പറഞ്ഞിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആൽഷിമേഴ്സ് ഉണ്ടോ, അല്ലെങ്കിൽ കോഗ്നീഷൻ അല്ലെ ബുദ്ധിപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് മനസ്സിലാക്കേണ്ടതും ചികിത്സയ്ക്ക് വിധേയരാകേണ്ടതും, പ്രമേഹത്തിൻ്റെ ഉപയോഗിക്കുന്ന മരുന്നുകൾ, ചില തരത്തിലുള്ള മരുന്നുകൾ കൂടുതൽ ഉപയോഗിക്കുകയും ചില തരത്തിലുള്ള മരുന്നുകൾ തീരെ ഉപയോഗിക്കാതിരിക്കുകയും ആണ് വേണ്ടത് എന്നുകൂടെ ഞാൻ ഓർമ്മിപ്പിച്ചോളട്ടെ. ഓവർ. തീർച്ചയായും ഡോക്ടർ, വ്യക്തമാണ്. പ്രമേഹത്തിന്റെ സങ്കീർണതകളെക്കുറിച്ചും നിയന്ത്രിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളെക്കുറിച്ചുമാണ് ഹലോ ഡോക്ടർ എന്ന് ചർച്ച ചെയ്തത്. ഇതിനായി നമുക്കൊപ്പം ഉണ്ടായിരുന്നത് തിരുവനന്തപുരം ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയബറ്റീസിന്റെ ഡയറക്ടറും സിഇഒയുമായ ഡോക്ടർ പി കെ ജബ്ബാറാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.